ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം. നമ്മളിൽ ഭൂരിഭാഗം പെൺകുട്ടികളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ പീപ്പിൾ പ്ലീസിങ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ നോക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ. ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വളരുന്ന ചില വാചകങ്ങളുണ്ട്. അനുസരണയുള്ള കുട്ടി, എല്ലാവരെയും അനുസരിക്കുന്ന നല്ല കുട്ടി, ആരെയും എതിർത്ത് പറയാത്ത ശാന്ത സ്വഭാവക്കാരിയായിട്ടുള്ളൊരു കുട്ടി. ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങിക്കൂട്ടാൻ വേണ്ടി നമ്മൾ പലരും മാറ്റി വെച്ചിട്ടുള്ളത് സ്വന്തം ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ ആയിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെക്കുറിച്ച് എന്ത് തോന്നും, അവർക്ക് വിഷമമാകുമോ, അല്ലെങ്കിൽ നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു പ്രശ്നം ഉണ്ടാകേണ്ട എന്നിങ്ങനെ വിചാരിച്ച് ഉള്ളിൽ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും നമ്മൾ ചിരിച്ചുകൊണ്ട് ഓക്കെ എന്ന് മൂളാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ ശരിയെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, കരിയറിലെ തീരുമാനങ്ങൾ, ഇങ്ങനെ എല്ലായിടത്തും മറ്റുള്ളവരുടെ സന്തോഷത്തിന് നമ്മൾ മുൻഗണന ആ ഒരു സമയത്ത് നൽകും. കേൾക്കുമ്പോൾ ഇതൊരു നല്ല കാര്യമായിട്ടും നല്ല സ്വഭാവമായിട്ടൊക്കെ തോന്നാം. പക്ഷേ മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല മനസ്സ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടാവാം, പക്ഷേ സത്യം അതല്ല. വെൻ യു സേ യെസ് ടു അതേഴ്സ്, മേക്ക് ഷുവർ യു ആർ നോട്ട് സേയിങ് നോ ടു യുവർ സെൽഫ്. എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നമ്മുടെ സമാധാനം പോകും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ മാനസികമായിട്ട് നമ്മൾ തളരും. പിന്നെ നമ്മളോടുള്ള വില കുറയും. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ നമ്മളോടുള്ള അവരുടെ ഒരു വില കുറയും. എന്ന് വെച്ചാൽ എന്തിനും ഏതിനും യെസ് എന്ന് പറയുന്ന ആളായാലും പിന്നീട് നമ്മുടെ സമയത്തിന് ആരും വില തരില്ല. മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചിന്തിച്ച് ജീവിക്കാൻ മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എനിക്ക് കുറേയൊക്കെ റിയലൈസേഷൻ വന്നതിന് ശേഷം എനിക്കിപ്പോൾ നോ പറയാൻ കഴിയുന്നുണ്ട് കേട്ടോ. ബിക്കോസ് ഞാനും ഒരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. അത് സ്വാർത്ഥതയല്ല കേട്ടോ, സ്വയം നമ്മളെ തന്നെ ബഹുമാനിക്കലാണ്. അതിന് സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ സ്വന്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. യു കനോട്ട് പ്ലീസ് എനി വൺ. നിങ്ങളിപ്പം നമ്മൾ സ്വർണം കൊണ്ടുണ്ടാക്കിയ ആളാണെങ്കിൽ പോലും ഈ ലോകത്ത് നിങ്ങളെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും കാണും എന്നുള്ളതാണ്. സോ ചില്ലായിരിക്കുക എന്നുള്ളതാണ്. സോ ഗൈസ്, എല്ലാവരുടെയും ഗുഡ് ബുക്കിൽ വരാൻ ശ്രമിച്ച് സ്വന്തം ജീവിതം കളയാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ ദൈവമല്ല, വെറും മനുഷ്യരാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നമുക്കാവത്തില്ല കേട്ടോ. ഇനി പറയാം, നിങ്ങൾ എത്ര പേര് ഈ പീപ്പിൾ പ്ലീസിങ് കാരണം കഷ്ടപ്പെടുന്നുണ്ട്? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും ഞാൻ ബൈ, ലവ് യു ഓൾ.